ഹോം ക്ലിക്ക് ചെയ്യുന്നു. exam10 ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ school.db റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് DB ബ്രൗസർ ഫോർ എസ്കലേറ്റ്. ഇവിടെ ടേബിൾസ് ടീച്ചേഴ്സ് പേരാണ്, ടേബിളിൻ്റെ പേര് ടീച്ചേഴ്സ് എന്നുണ്ട്. ചോദ്യം നോക്കാം. ചോദ്യത്തിൽ പറഞ്ഞ അധ്യാപകരുടെ പേര്, ക്ലാസ്, വിഷയം എന്നിവ ഡാറ്റാബേസ് ടീച്ചേഴ്സ് എന്ന ടേബിളിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ അധ്യാപക പേര്, ക്ലാസ്, വിഷയം അതൊന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ബ്രൗസ് ഡാറ്റ കൊടുക്കുന്നു. അവിടെ ടീച്ചർ നെയിം ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, സബ്ജക്റ്റ് ഉണ്ട്, ജെൻഡർ ഉണ്ട്, ടീച്ചർ ഐ ഡി ഉണ്ട്. ഇതിന് പറയുക ഫീൽഡുകൾ എന്നാണ് പറയുക, ഫീൽഡുകൾ. എന്നാൽ ഇതിനൊക്കെ പറയുക എന്താണ്, റെക്കോർഡുകൾ എന്നാണ് പറയുക. ഒന്ന് ശ്രദ്ധിക്കണം ആ കാര്യം. ഇനി പറയുന്നത് ചോദ്യം നോക്കാം. കെമിസ്ട്രി പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിം, ഡിവിഷൻ എന്നിവ പ്രദർശിപ്പിക്കാനുള്ള കൊറിയുടെ മാതൃക ചുവടെ നൽകുന്നു. ഇവിടെ കൊറിയുടെ സെലക്ട് നെയിം ഡിവിഷൻ ഫ്രം ടീച്ചേഴ്സ് വെയർ സബ്ജക്റ്റ് ഈക്വൽ കെമിസ്ട്രി. അപ്പോൾ ഈ കൊറിയുടെ മാതൃകയാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന അധ്യാപകരുടെ നെയിം, സബ്ജക്റ്റ് എന്നിവ പ്രദർശിപ്പിക്കാനുള്ള കൊറി എക്സിക്യൂട്ട് SQL ടാബിൽ എഴുതി പ്രവർത്തിപ്പിക്കുക എന്നാണ് പറഞ്ഞത്. നാം ചെയ്യേണ്ടത് 9ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നെയിമും സബ്ജക്റ്റും കണ്ടെത്തണം. അതിനായിട്ട് ഇവിടെ എക്സിക്യൂട്ട് SQL ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇവിടെ സെലക്ട് ടൈപ്പ് ചെയ്യുന്നു. സെലക്ട് നെയിം, സബ്ജക്റ്റ് ഫ്രം ടീച്ചേഴ്സ് where ക്ലാസ് സമം ശേഷം എക്സിക്യൂട്ട് ഓൾ എന്നുണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. താഴെ ഇവിടെ പേരും സബ്ജക്റ്റും വന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാനായി PRTSC കീ പ്രസ് ചെയ്യുന്നു. ശേഷം ഇത് ക്ലിക്ക് ചെയ്തു, സ്ക്രീൻഷോട്ട് എടുത്തു. ശേഷം ഈ പ്രവർത്തനം അവസാനിപ്പിക്കാം. ഹോമിൽ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ടിലുണ്ടാവും. ഇതിപ്പോൾ നാം എടുത്ത് ഇനി ഇവിടെ എന്ത് ചെയ്യണം, ഇവിടെ റീനെയിം ചെയ്യണം. റീനെയിം പേര് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണം. ഒരു നമ്പർ കൊടുക്കുകയാണ്, അണ്ടർസ്കോർ TRS ടീച്ചേഴ്സിൻ്റെ ഷോർട്ട് ഫോമായിട്ട് കൊടുക്കുകയാണ്. TRS നെയിം സബ്ജക്റ്റ് അല്ലേ, NS .png എന്നാണ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇനി ഇവിടെ റീനെയിം കൊടുത്തു. ശേഷം എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഇതിനെ കോപ്പി ചെയ്യണം. ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് ഹോമിലെ exam10 പ്രോഡക്ട്സ് ഇതിൽ പേസ്റ്റ് ചെയ്യണം. ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. ഓക്കെ, ഹോം തുറക്കാം. exam10 ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ കലോത്സവം.db റൈറ്റ് ക്ലിക്ക് ഓപ്പൺ വിത്ത് DB ബ്രൗസർ ഫോർ എസ്കലേറ്റ്. ഇതിൽ ഡ്രാമ ടേബിൾസ് കാണാൻ ഡ്രാമ എന്നാണ്. ബ്രൗസ് ഡാറ്റ കൊടുക്കുന്നു. ഇതിലൂടെ സ്റ്റുഡൻ്റ് ID, നെയിം, ഏജ്, ജെൻഡർ കാണാം. ഇത് കോളം നമുക്ക് യഥാവിധി ക്രമീകരിക്കാം നമ്മൾ ഇഷ്ടാനുസരണം. ഇതിൽ എക്സിക്യൂട്ട് SQL താഴെ ഇവിടെ ഈ ബട്ടൺ നോക്കൂ, ഇൻസേർട്ട് എ ന്യൂ റെക്കോർഡ് ഇൻ ദ കറണ്ട് ടേബിൾ. അത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഒന്നാമത്തതിൽ നമുക്ക് ചോദ്യം നോക്കാം. DR 101 അരുൺദാസ് B 14 വയസ്സ് മെയിൽ. DR 101 ടൈപ്പ് ചെയ്തു. നെയിം അരുൺദാസ് ടൈപ്പ് ചെയ്തു. അരുൺദാസ് B എന്നാണ്ടോ അല്ലേ, B. ഏജ്
റെക്കോർഡുകളെല്ലാം ഞാൻ ടൈപ്പ് ചെയ്തു. ശേഷം റൈറ്റ് ചേഞ്ചസ് കൊടുക്കുന്നു. സേവ് ആയിട്ടുണ്ടാവും. ശേഷം ഈ പ്രവർത്തനം ഈ വിൻഡോ ക്ലോസ് ചെയ്യുന്നു. ഇനി ഹോമിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ കലോത്സവം.db കോപ്പി ചെയ്യുന്നു. ശേഷം ഹോമിലെ എക്സാം 10 പ്രോഡക്ട്സ് എന്നതിൽ പേസ്റ്റ് ചെയ്യുന്നു. ശേഷം ഇവിടെ റീനെയിം കൊടുക്കാം. റീനെയിം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കാൻ വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ രജിസ്റ്റർ നമ്പർ സംഖ്യ ഞാൻ അടിക്കുകയാണ്. _ ഡ്രാമ .db തന്നെയാണ് എൻ്റെ റീനെയിം കൊടുക്കുകയാണ്. ഇനി നമുക്കത് ഇവിടുന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്രകാരമാണ് ഇത് ചെയ്യേണ്ടത്. ഏവർക്കും നന്ദി.